ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ, പിന്നെ നിങ്ങളിലോട്ട് വരുന്ന മാറ്റം എന്താണ്. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ജനിച്ചു പോയല്ലോ എന്നോർത്ത് കാലം കഴിച്ചു കൂട്ടുന്ന ഒരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ ലൈഫ് കഴിച്ചു കൂട്ടുന്ന ഒരവസ്ഥ ചില സമയത്ത് നിങ്ങൾക്കുണ്ട്. ചില സമയത്ത് അങ്ങനെയല്ല. നിങ്ങൾക്ക് കരിയർ വൈസ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പല കാര്യങ്ങളിൽ എത്തിപ്പിടിക്കണം, പലതും തുടങ്ങണം, പല പരിപാടികളും നടത്തണം, ഫാമിലീനെ എങ്ങനെയെങ്കിലും ഒരു കരക്ക് കയറ്റണം, മക്കളുണ്ടെങ്കിൽ അവർക്ക് നല്ല നല്ല കാര്യങ്ങളിലോട്ട് എത്തിക്കണം. അത് മാത്രമല്ല, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് വൈസ് ആണെന്നുണ്ടെങ്കിൽ അതിലുള്ള പ്രശ്നങ്ങൾ തീർക്കണം, നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരണം. അതിനുവേണ്ടി എനിക്ക് പല കാര്യങ്ങളും ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു ഹോഴ്സ് പവറിൽ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. പക്ഷെ അത് നിങ്ങൾ തന്നെ തല്ലിക്കെടുത്തുകയും ചെയ്യും. ആ ഒരു പോസിറ്റീവായിട്ടുള്ള മെൻറ്റാലിറ്റി നിങ്ങൾ തന്നെ തല്ലിക്കെടുക്കുകയും ചെയ്യും. പിന്നെ ഇതൊന്നും നടക്കണ കാര്യമാണോ? എന്നെ കൊണ്ടൊക്കെ പറ്റുമോ? നിങ്ങളിൽ തന്നെ സംശയിക്കാൻ തുടങ്ങും. പിന്നെ എന്ത് ചെയ്യാനാണ് അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ അതൊക്കെ മാറുമോ, നിൽക്കുമോ? നിങ്ങളെ തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. അതിനു വേണ്ടിയുള്ള ആള് ഞാൻ ഉണ്ടോ? അതിനു വേണ്ടിയുള്ള കഴിവുള്ള ആളാണോ ഞാൻ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളിൽ തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ എന്താ പറയാ, അമേരിക്കയിൽ എന്തെങ്കിലും പരിപാടി വന്നതിന് ഈ കേരളത്തിൽ നിന്ന് തന്നെ ഇപ്പൊ അമേരിക്കയിൽ, ഇപ്പൊ നമ്മുടെ ഇവിടെയാണ് മഴ പെയ്യണം, എന്നാലും ഞാനൊരു ഉദാഹരണം പറയണം. അമേരിക്കയിൽ മഴ പെയ്യണേന് നമ്മൾ ഇവിടെ നിന്ന് കുട പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ഇവിടെ മഴ പെയ്യുമ്പോൾ മാത്രം കുട പിടിച്ചാൽ മതി. കാരണം ഇവിടെ ആലോചിച്ച് അതിന്റെ അങ്ങേപ്പുറം കയറിയിരുന്ന പുരപ്പുറത്ത് കയറിയിരുന്ന് ആലോചിക്കുന്ന അവസ്ഥകൾ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ കൂടി ബുദ്ധിമുട്ടുന്നത്. അപ്പൊ ആ ഒരു ആലോചനയുടെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഇത്തിരി ഒന്ന് മാറ്റുക. മനസ്സിലായോ? കാരണം എന്താണോ ചിന്തകൾ ഹോഴ്സ് പവറിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതിലോട്ട് തന്നെ കൊണ്ടുവരിക. കാരണം ചില സമയത്ത് നിങ്ങൾക്ക് മൊത്തം ഡാർക്ക്നെസ് ആണ്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരണം. പക്ഷെ ദിശ അറിയില്ല, ദിക്കറിയില്ല, ഏത് ദിശയിൽ കൂടി പോകണം, ഏത് ദിക്കിൽ കൂടി പോകണം എന്ന് ഒന്നും അറിയാൻ പാടില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയും നിങ്ങൾക്ക് തന്നെ സമ്മാനിക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്താണ് എത്തിപ്പിടിക്കണം പലതും. പക്ഷെ ആ എത്തിപ്പിടിക്കാനുള്ള പരിപാടി എവിടെ നിന്ന്, എങ്ങനെ എന്നുള്ള ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് വരാറുണ്ട്. എന്നാലും നിങ്ങൾ ഒരു വളരെയധികം പ്രതീക്ഷയോടുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ തീരണം, ഫാമിലിയിലെ പ്രശ്നങ്ങൾ തീരണം, നിങ്ങൾക്ക് മനസ്സമാധാനവും സന്തോഷവും വേണം. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. കാരണം നമ്മൾ ഇപ്പൊ എന്താ പറയാ, ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കുന്നതും നൈസായിട്ട് ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് കഞ്ഞി കുടിക്കുന്നതും രണ്ടും രണ്ടല്ലേ. ഉപ്പിന് ചെറിയൊരു ഒരു പിഞ്ച് ഓഫ് സോൾട്ട്, ആ ഒരു ചെറിയൊരു കുഞ്ഞ് ഒരു കാര്യത്തിന്
എന്തോരം ടേസ്റ്റ് വ്യത്യാസം വരുത്തുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഈ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ, പോസിറ്റീവ് ആ ചെറിയൊരു കാര്യം വരുമ്പോൾ തന്നെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ മാറും. ആ ചിന്താഗതി വരുമ്പോൾ തന്നെ ലൈഫിൽ നമുക്ക് എന്ത് കാര്യത്തിനും മൂവ്മെന്റ് വേണമല്ലോ. അതിന് നമ്മൾ വെറുതെ നെഗറ്റീവ് ചിന്തിച്ച് ഇരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, കാരണം ഇവിടെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി നിങ്ങൾ നോക്കത്ത ദൂരത്ത് കണ്ണുനട്ടിരിക്കുകയാണ്. എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ മാറണം, നല്ല കാര്യങ്ങൾ വരണം. പക്ഷെ അതിലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ആ വലിയ വലിയ പ്രതീക്ഷകളെ നിങ്ങൾ തന്നെ തല്ലിക്കെടുത്തും. അതാണ് അതിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം. പ്രതീക്ഷകളെ തല്ലിക്കെടുത്തുന്നതാണ് പ്രോബ്ലം. നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈയിടെയായിട്ട് നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക്, ആ ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾക്ക് തന്നെ, നിങ്ങളോട് തന്നെ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റാം. നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ മൂവ്മെന്റ് ആയിട്ടൊക്കെ പോകുമ്പോൾ അതൊക്കെ മാറിക്കോളും. അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഉണ്ട്. കാരണം നിങ്ങൾ എന്താ പറയാ, ഒരു പലരുടെ ജീവിതത്തിലും ഒരു വെളിച്ചമാണ്, അല്ലെങ്കിൽ ഒരു വഴികാട്ടിയാണ്. നമ്മൾ എന്താ പറയാ, ഒരു വലിയ ഒരു ഡാർക്ക്നെസ് ആയിട്ടുള്ള റൂമിൽ ഒരു ചെറിയൊരു മെഴുകുതിരിയുടെ വെളിച്ചമാണെന്നുണ്ടെങ്കിലും അതിനവിടെ നല്ല ഒരു ഉപകാരമുണ്ട്. അതുപോലെ പല ജീവിതങ്ങളിലും നിങ്ങൾ ഒരു വെളിച്ചമാണ്. അത് ചിലപ്പോൾ സാമ്പത്തികത്തിന്റെ മാർഗത്തിലായിരിക്കാം, അല്ലെങ്കിൽ കെയറിങ്ങിന്റെ കാര്യത്തിലായിരിക്കാം, സ്നേഹത്തിന്റെ കാര്യത്തിലായിരിക്കാം. നിങ്ങൾ എന്തിനെയൊക്കെയോ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അണ്ണാൻകുഞ്ഞിനും തന്നാലായതെന്ന് പറയുന്ന പോലെ നിങ്ങളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ മാക്സിമം ചെയ്യുന്നുണ്ട്, ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം, നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ട്, അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട്, നിങ്ങളുടെ എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടുന്നില്ല. കാരണം ഇതില് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള പല പരിപാടികളും ലൈഫിൽ പല ആളുകളും തന്നിട്ടുണ്ട്. അത് ഇപ്പോഴും ഒരു ട്രോമ ബോണ്ട് പോലെ നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആരെ വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കണം, എങ്ങനെ വിശ്വസിക്കണം എന്നുള്ള ടെൻഷൻ. ചില സമയത്ത് അങ്ങനെയൊന്നുമില്ല, പോട്ടെ എന്നുള്ളൊരു മൈൻഡ്. ചില സമയത്ത് അങ്ങനെയല്ല, നിങ്ങൾ തന്നെ എന്താ പറയാ, രണ്ട് ക്യാരക്ടറായിട്ട് വരുന്ന ഒരു കാര്യങ്ങൾ. പലതിനും വേണ്ടിയിട്ട്, പല ആളുകളുടെയും ഒരു സംസാരത്തിന് വേണ്ടി, ഒരു വിളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എനർജിയും ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഇനി അനുഭവിക്കാൻ വയ്യ, എനിക്ക് വയ്യ ഇനി അനുഭവിക്കാൻ, എനിക്ക് സമാധാനവും സന്തോഷവും വേണം, എനിക്കിനി പല കാര്യങ്ങളും ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ വയ്യ, ടെൻഷൻ എടുത്ത് തലയിൽ വെക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ എന്ത് ചെയ്യും എന്നുള്ളതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ മാർക്ക്, ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, നമുക്ക് നോക്കാം. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ. ഇനി നിങ്ങളിലോട്ട് വരുന്ന മാറ്റങ്ങൾ എന്താന്ന് നോക്കാം. ഓക്കെ, അതായത് ഒരു എന്താണോ നിങ്ങളുടെ ലൈഫിൽ നിന്നും വേർപെട്ടത്, എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റിയത്, അത് നിങ്ങളിലോട്ട് വരാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. ഇപ്പൊ സാമ്പത്തികം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ, സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ അതെല്ലാം വരാനുള്ള സാഹചര്യം ഇതിൻ്റെ അകത്ത് ഉണ്ട്. നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. തിരിച്ചു പിടിക്കണം എന്നുണ്ടെങ്കിൽ അത് ആര് ചെയ്യണം? നിങ്ങൾ ചെയ്യണം. അതർവൈസ് അത് എത്രത്തോളം വേഴ്സ്റ്റ് സിറ്റുവേഷനിലോട്ട് എത്താൻ പറ്റുമോ ആ വേഴ്സ്റ്റ് സിറ്റുവേഷനിലോട്ട് പോകും. കാരണം ഇത് നിങ്ങൾ തന്നെ ചെയ്യേണ്ട, നിങ്ങൾ തന്നെ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ ബ്ലാക്ക് മാജിക് എഫക്റ്റ് കാണിക്കുന്നുണ്ട്, അത് നിങ്ങൾ തന്നെ മാറ്റണം.
ഇവിടെ വേറെ പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം നമ്മൾ ചെയ്യേണ്ട, നമ്മളുടെ റോള് വരേണ്ട സ്ഥലത്ത് നമ്മൾ തന്നെയല്ലേ റോള് വരുത്തിയിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾക്ക് പകരം നാട്ടുകാരെ ഇതാക്കിയിട്ട് കാര്യമില്ലല്ലോ. കാരണം ഇതില് ഇത്തിരി ബുദ്ധിമുട്ടിയാണെന്നുണ്ടെങ്കിലും ചെയ്താല് എന്ത് പരിപാടികൾ ചെയ്തു കഴിഞ്ഞാലും ഇറങ്ങി തിരിച്ചാല് റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറത്തുള്ള റിസൾട്ട് ആയിരിക്കും. കാരണം നിങ്ങൾക്കൊന്ന് മനസ്സമാധാനവും സന്തോഷവും സമാധാനമായിട്ടൊന്ന് ഉറങ്ങിയാൽ മതി. ചില സമയങ്ങളിൽ ഇത്തിരി ഒന്ന് സാമ്പത്തികമായിട്ട് ഇത്തിരി മുന്നേറിയ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. കാരണം നിങ്ങൾക്ക് ഒരു മനസ്സമാധാനമായിട്ടൊന്ന് ചിരിക്കണം, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ജീവിതം കൊണ്ടുപോകണം മുന്നോട്ട്, അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോഴല്ലേ അതിനൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതായത് പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് പറയണ പോലെ. അല്ലാതെ പാടത്ത് പണി ചെയ്യാതെ വരമ്പത്ത് കൂലി കിട്ടൂല. അങ്ങനെ കൂലി കിട്ടുകയില്ല. നോക്കിയിരുന്നിട്ട് കാര്യമില്ല. മനസ്സിലായ? കാരണം പാടത്ത് പണിയെടുക്കൂല്ല, ഞാൻ വരമ്പത്ത് കൂലി മേടിച്ചോളാം എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഉണ്ട കിട്ടും. അതന്നെ, അങ്ങനെയൊന്നും കിട്ടൂലെന്നേ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താലേ പലതിനും റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതാണ്. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് നോക്കുക. ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് പരിപാടികൾ നിങ്ങൾ വരുത്തി വെക്കുന്ന കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് മെന്റലി, അതിന്റെ കാര്യമല്ല, അതും നിങ്ങൾ തന്നെ മാറ്റുക. കാരണം ചിന്തിച്ച് മെന്റലി ചിന്തിച്ച് ഉറക്കം കെടുത്തുന്നത്, തലവേദന ഉണ്ടാക്കുന്നത്, അത് നമ്മൾ ഒരുപാട് ചിന്തിക്കാതിരിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ഗണേശ ഒറാക്കിൾസിൽ നിന്നുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ തന്നെ അതിനുള്ള ഒരു തീരുമാനം എടുത്താൽ മതി. വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുക. അതിന് തീരുമാനം എടുക്കണം. തീരുമാനം എടുക്കണമെന്നല്ലേ പറഞ്ഞത്? ഡിസിഷൻ. ഡിസിഷൻ. ഞാൻ എന്താ പറഞ്ഞത്? പുള്ളി എന്താ പറയുന്നത്? ഡിസിഷൻ, തീരുമാനം എടുക്കുക. ചൈൽഡ് ലൈക്ക് എക്സ്പ്രഷൻ, പോസിറ്റീവ് ഔട്ട്ലുക്ക്, ഡിലൈറ്റ്, ക്ലിയർ യുവർ എനർജി. ആഹാ, ഞാൻ എന്താണ് ഇത്തിരി പറഞ്ഞത്? അച്ചീവ്മെന്റ്, ഫുൾഫിൽമെന്റ്. ഇതാണ്. നോക്ക്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയല്ലേ എടുത്തത്. നോക്ക്. ഡിസിഷൻ എടുക്കുക. നല്ല കാര്യങ്ങൾ എന്നും കൊന്നും ഒരാൾക്ക് നെഗറ്റീവ് തന്നെ ഉണ്ടാവും? ഇല്ല. നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ഒക്കെ മാറും. പോസിറ്റീവ് ഔട്ട്ലുക്ക്. ഞാൻ ഇത്രയും ഈ വീഡിയോയില് A to Z കാര്യങ്ങൾ, പോസിറ്റീവിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ഒരു പോസിറ്റീവായിട്ടുള്ള പരിപാടികൾ കൊണ്ടുവരിക. ക്ലിയർ യുവർ എനർജി, ബ്ലാക്ക് മാജിക് എനർജി, നെഗറ്റീവ് എനർജി, മറ്റു പല പരിപാടികളും മാറ്റുക. എന്നാലാണ് നമ്മൾക്ക് ഒരു ഫുൾഫിൽമെന്റ്, അച്ചീവ്മെന്റ് പരിപാടികളിലോട്ടൊക്കെ എത്താൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാവും. അല്ലാതെ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട്, ഇടുകുടുക്ക ചോറും കറിയും എന്ന് പറയുമ്പോൾ കുടുക്ക ചോറും കറിയൊന്നും ഇടൂല. നമ്മൾ തന്നെ പോയി ചോറും കറിയും വെക്കേണ്ടി വരും. ഇല്ലേ? അതാ. അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന, നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.